വൈകുന്നേരത്തോടെ തന്നെ ശാന്തി കവാടത്തിൽ കൊണ്ടുപോയി ചടങ്ങുകളെല്ലാം പൂർത്തീകരിച്ചു. അതോടെ തന്നെ പ്രേക്ഷകർ കാണുന്നതും ഈ വീട്ടിലെ ചടങ്ങുകളെല്ലാം അവസാനിക്കുന്നത് തന്നെയാണ്. പെണ്ണുങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ചടങ്ങ് നടക്കുന്നിടത്തേക്ക് പോകാനാകില്ല. അതുകൊണ്ട് തന്നെ കാവ്യയും മറ്റുള്ളവരും എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ദിലീപ് വന്നപ്പോൾ തന്നെ കാവ്യ അടുത്ത് കാര്യങ്ങൾ ചോദിക്കാൻ പോകുന്നുണ്ടായിരുന്നു. വീട്ടിൽ വന്ന ഉടനെ തന്നെ ദിലീപും മീനാക്ഷിയും വീട്ടിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു. അവർ വീട്ടിലേക്ക് പോയതിനു ശേഷം തിരികെ വീണ്ടും വെണ്ണലയിലേക്ക് എത്തുമെന്ന് തന്നെയാണ് കരുതുന്നത്. പത്മസരോവരത്തിൽ എത്തിയതിനു ശേഷം അമ്മയും കൂട്ടി ദിലീപ് വരാനായിരിക്കും പോയിട്ടുണ്ടാവുക എന്നാണ് പലരും ഇപ്പോൾ കരുതുന്നത്. കാരണം ദിലീപിന് അങ്ങനെ മാറി നിൽക്കാനാകില്ല. അദ്ദേഹത്തിൻ്റെയും കൂടി അച്ഛനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തന്നെ പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ മക്കളെപ്പോലും പൊന്നുപോലെ നോക്കിയ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ദിലീപിന് ഒരിക്കലും മാറി നിൽക്കാനാകില്ല. എന്തായാലും ചടങ്ങുകൾ കഴിഞ്ഞ ഉടനെ തന്നെ മീനാക്ഷി ഇപ്പോൾ അച്ഛനോടൊപ്പം കാറിൽ കയറി പോകുന്നതാണ് എല്ലാവരും കണ്ടത്. ഉടനെ തന്നെ ഇവിടെ തിരിച്ചു വരുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇനി ചടങ്ങുകൾ എന്തായാലും 7 ദിവസം കഴിഞ്ഞ് മാത്രമാണുള്ളത്. എങ്കിലും ഇവർ ഇവിടെ തന്നെ ഉണ്ടാകും. ഇവിടെ തന്നെ നിൽക്കേണ്ട ആളുകളാണ്. അതുതന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ചർച്ച ചെയ്യുന്നത് എന്ന് പറയുന്നു. പ്രേക്ഷകർക്കും ഇത് തന്നെയാണ് അറിയാൻ കഴിയുന്നതും മനസ്സിലാക്കാൻ കഴിയുന്നതുമെല്ലാം. പ്രേക്ഷകർ നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് ഏറ്റെടുക്കുന്നതും പറയുന്നതും. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ്. എന്തായാലും ചടങ്ങുകൾ കഴിഞ്ഞ ഉടനെ തന്നെ കാവ്യയോട് യാത്ര പറഞ്ഞ് മീനാക്ഷിയും ദിലീപും അവിടെ നിന്ന് കാറിലേക്ക് വീട്ടിലേക്ക് പോകുന്നത് എല്ലാവരും കണ്ടു. എന്നാൽ മാമാട്ടിയെ കൊണ്ടുപോയിട്ടില്ലായിരുന്നു. മാമാട്ടിക്ക് മാറാനുള്ള വസ്ത്രങ്ങളും എല്ലാം എടുത്ത് മീനാക്ഷി ഉടൻ എത്തുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ദിലീപിൻ്റെ കൊച്ചിയിലെ വീട്ടിലേക്കായിരിക്കണം ഇവർ പോയിട്ടുണ്ടാവുക. അവിടെ എത്തി വസ്ത്രമൊക്കെ മാറി ഉടനെ തന്നെ തിരികെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാവരും ഇതിനെക്കുറിച്ചാണ് പറയുന്നതും. എന്തായാലും ചടങ്ങുകൾക്കെല്ലാം തന്നെ ദിലീപാണ് ഓടി നടന്നത്. മിഥുൻ എത്താൻ വൈകിയതോടെയും അതുപോലെ മിഥുൻ ഇവിടുത്തെ കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടും ദിലീപ് തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അവസാന ചടങ്ങിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾക്ക് വേണ്ടി ഓടിയത്. കാവ്യയെ ബുദ്ധിമുട്ടിക്കാനാകില്ല. കാവ്യ ആകെ മാനസിക നില തെറ്റി തളർന്നിരിക്കുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ദിലീപ് എല്ലാം നോക്കി നടത്തുകയായിരുന്നു നമ്മൾ കണ്ടത്. ദിലീപ് ശരിക്കും പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഒരു മകനായി തന്നെ ഇന്നവിടെ പ്രത്യക്ഷപ്പെട്ടു, അല്ലെങ്കിൽ നിന്നു. മകൻ തന്നെയാണ്. അങ്ങനെയാണ് അദ്ദേഹവും ദിലീപിനെ കണ്ടിട്ടുള്ളതെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്കും അത് മനസ്സിലാകുന്നുണ്ട്. ദിലീപിന് ഒരിക്കലും മാറി നിൽക്കാൻ കഴിയില്ല എന്നതും ഒരു സത്യം തന്നെയാണ്. ഒരിക്കലും പ്രേക്ഷകർക്കത് മറക്കാനാകില്ല. ദിലീപിൻ്റെ മോശപ്പെട്ട അവസ്ഥയിൽ പോലും ഏറ്റവും കൂടുതൽ കൂടെ നിന്നത് അദ്ദേഹം തന്നെയാണ്. കാവ്യയെ വിവാഹം കഴിക്കണമെന്ന് ആലോചിച്ച് ദിലീപ് ആദ്യം പോയി സംസാരിച്ചതും ഈ അച്ഛനോട് തന്നെയായിരുന്നു. അന്നു മുതൽ ഇന്ന് വരെ അദ്ദേഹത്തിനോടൊപ്പം കൂടെ നിന്നിട്ടേ ഉള്ളൂ ദിലീപും. തിരിച്ചും അങ്ങനെ തന്നെയാണ്. അദ്ദേഹം മരിച്ചുപോയി എന്ന വാർത്ത കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു വല്ലാത്ത വേദനയായിരുന്നു ദിലീപിന് തോന്നിയിട്ടുണ്ടാവുക. അദ്ദേഹത്തിൻ്റെ മോശം അവസ്ഥയിൽ നല്ലൊരു ജീവിതം കൊടുത്തൊരു വ്യക്തിയാണ്. അതിനപ്പുറം നല്ലൊരു മനുഷ്യസ്നേഹിയാണ്. ഇങ്ങനെയാണ് എല്ലാവരും ഇപ്പോൾ ദിലീപിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഭാര്യാപിതാവായ ഈ മാധവനെക്കുറിച്ചുമൊക്കെ തന്നെയും എഴുതുന്നത്. അവർ തമ്മിലുള്ള സൗഹൃദവും ബന്ധത്തെക്കുറിച്ചുമൊക്കെ പ്രേക്ഷകർ വാതോരാതെ സംസാരിക്കുന്നതും അങ്ങനെ തന്നെയാണ് എന്ന് പറയാം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.